ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ചികിത്സയിൽ തുടർന്ന് അംഗവൈകല്യത്തോടെ ജനിച്ച നവജാത ശിശുവിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോഴും കുഞ്ഞ്. ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയും നീർക്കെട്ടുമുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയ്ക്കും കുട്ടിയെ വിധേയനാക്കി. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണമാണ് കുഞ്ഞിനെ വിദഗ്ധ ചികിത്സക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം SATയിലേക്ക് മാറ്റിയത്. SATയിലെത്തി 7 ദിവസം പിന്നിടുമ്പോഴും ശ്വാസകോശത്തിന്റെ അണുബാധ ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്റർ ട്യൂബ് പ്രവേശിച്ച ഭാഗങ്ങളിൽ നീർക്കെട്ടും രക്തസ്രാവവും കൂടി ആരംഭിച്ചതോടെ സാഹചര്യം കൂടുതൽ ഗുരുതരമായി. മരുന്നുകൾ കൈഞ്ഞരമ്പിലൂടെ കുത്തിവെക്കാൻ കഴിയാതായതോടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടി വന്നു. കാലിന്റെ തുടഭാഗത്തു കൂടിയാണ് ഇപ്പോൾ മരുന്ന് ഉള്ളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരീരം മുഴുവൻ നീരിവച്ച അവസ്ഥയിലാണ് കുഞ്ഞ്. 2.5 മാസം മുമ്പാണ് ആലപ്പുഴ സക്രിയാബസർ സ്വദേശികളായ അനീഷ് സുറുമി ദമ്പതികൾക്ക് വൈകല്യത്തോടെയുള്ള കുഞ്ഞ് ജനിക്കുന്നത്. സുറുമി പ്രസവകാലത്ത് ചികിത്സ സ്വീകരിച്ചിരുന്നത് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നിന്നായിരുന്നു. ഗുരുതര അംഗവൈകല്യം കുഞ്ഞിനുണ്ടായിട്ടും ഗർഭകാല സ്കാനിംഗിൽ ഒരിക്കൽ പോലും തിരിച്ചറിയാതിരുന്നത് സ്കാനിംഗ് സെന്ററുകളുടെയും ഡോക്ടർമാരുടെയും വലിയ വീഴ്ചയായി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ സൗത്ത് പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. കേസിൽ പ്രതികളായ 4 ഡോക്ടർമാർക്കെതിരെ ആരോഗ്യവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുമ്പോൾ നവജാത ശിശുവും കുടുംബവും കടുത്ത യാതനകളിലൂടെയാണ് കടന്നു പോകുന്നത്. News 18 ആലപ്പുഴ.